വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് വിവിധ തുറകളിലുള്ള ശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വച്ച് 2015 നവംബർ 24 ഒരു ശില്പശാല നടക്കുകയുണ്ടായി. ശില്പശാലയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഡോക്ടർ RVG മേനോൻ. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനം, അവിടെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വന്നത്, നമ്മുടെ തൊട്ട് തെക്ക് ഭാഗത്ത് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിൻ്റെ സ്ഥാനം, ഇവരുമായി എല്ലാം മത്സരിച്ചാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നിലനിൽക്കേണ്ടി വരിക. ഇതിനെല്ലാം പുറമെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് വലിയ പ്രോജക്റ്റിനും ആവശ്യമുണ്ടാകുന്ന പാരിസ്ഥിതിക സാമൂഹിക ആഘാതങ്ങൾ, ഇവയെല്ലാം വിലയിരുത്തിയാണ് നാം ഒരു തീരുമാനത്തിലെത്തേണ്ടത്. ഒരു ശാസ്ത്ര സംഘടന എന്ന നിലയിൽ പരിഷത്തെടുക്കുന്ന നിലപാടുകൾ എപ്പോഴും കൂടുതൽ വിവരങ്ങൾക്കും തെളിവുകൾക്കും വിധേയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിദഗ്ധരുമായി അവ പങ്കിടുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും നിലപാടുകളെ പുനഃപരിശോധിക്കുന്നതിനും പരിഷത്ത് എപ്പോഴും തയ്യാറുമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ഒരു ശില്പശാല വിളിച്ചു കൂട്ടണമെന്നും ഇവിടെ നടക്കുന്ന ചർച്ചകൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് അത് ഉപകരിക്കണമെന്നും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിന് കൈമാറണമെന്നും പരിഷത്ത് തീരുമാനിച്ചു. ശില്പശാലയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളുടെ രത്നച്ചുരുക്കം ഇങ്ങനെയായിരുന്നു. കേരളം ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് വേണേൽ പറയാവുന്ന ഈ പദ്ധതി അങ്ങനെ നോക്കിയാൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ജനവഞ്ചനയാണെന്ന് വേണമെങ്കിൽ പറയുന്നത്. ഈ വൈകിയ വേളയിൽ എന്തെങ്കിലും കറക്ഷൻസ് നമുക്ക് വരുത്തുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചില ടേംസ് ഓഫ് റെഫറൻസ് ഒതുക്കിയാണ് EIA നടത്തിയെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന വികസനങ്ങളിലൂടെയെല്ലാം നശിക്കാൻ പോകുന്നത് ഈ പറയുന്ന ജീവജാലങ്ങളുടെ ജീവഗ്രഹമായിട്ടുള്ള ബന്ധിക്കൊണ്ടാണ്. ഈ ന്യൂമറിക്കൽ മോഡൽ സ്റ്റഡീസിൽ നടത്താത്ത കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളോട് കൺസിഡർ ചെയ്ത് ഇതിനെ എങ്ങനെ പുനഃപരിശോധിക്കുകയും ഇതിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയും ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഈ തീരത്തിന് സംഭവിക്കാവുന്ന ദോഷങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടുകൂടി ഇന്ത്യയിൽ നിലവിലുള്ള ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു കാര്യം, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു, ആ കൊണ്ടുവരുന്ന സ്ഥലത്തിൻ്റെ ആഘാതവും ഇവിടെ പഠിച്ച് അതിൻ്റെ പരിപാലന നിർദ്ദേശങ്ങളോട് വെച്ചിട്ട് വേണം ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താനാണ്. പക്ഷെ അത് അത്തരത്തിൽ നടത്തിയിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഒരു തുറമുഖ പദ്ധതി എന്നുള്ള നിലയിൽ ഈ പദ്ധതി ഒട്ടും തന്നെ നടക്കാൻ കഴിയാത്ത ഒരു പദ്ധതി എന്നാണ് എൻ്റെ ഇപ്പോഴുമുള്ള വിശ്വാസം. തുറമുഖം എന്നുള്ളത് തുറമുഖത്തിന് ഈ ഒരു വാണിജ്യ തുറമുഖത്തിന് അനുയോജ്യമായ സ്ഥലമല്ല വിഴിഞ്ഞമെന്നാണ് ഞാൻ കരുതുന്നത്. പൂവാറ് മുതൽ അടിമലത്തറ വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന അവസരം നിഷേധിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ പറയാത്ത മറ്റൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷപാതം പിടിച്ചുകൊണ്ടുള്ള അവതരണം എനിക്കിവിടെ കാണാനേ കഴിഞ്ഞിട്ടില്ല. എല്ലാം വസ്തുതകളാണ് പറഞ്ഞത്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മളെന്ത് പൊസിഷൻ എടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. വസ്തുതകളാണ് എല്ലാവരും അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിസര വിഷയസമിതി കൺവീനറായ ശ്രീ TP ശ്രീശങ്കറിന്റെ ആമുഖത്തിൽ നിന്ന്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നുള്ള രീതിയിൽ പത്രങ്ങളൊക്കെ എഴുതുകയും ആളുകളെല്ലാം അത് ധരിച്ച് അങ്ങനെയാണ് ഒരു സ്വപ്ന പദ്ധതി ഇവിടെ വരുന്നു. ഈ തിരുവനന്തപുരം ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ പോർട്ട് ഉള്ളത്, പ്രധാനപ്പെട്ട ഒരു തുറമുഖം. അപ്പോൾ കൊച്ചിയുടെ വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ തുറമുഖമാണെന്നും, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തുറമുഖം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഇന്നത്തെ നിലയിൽ നിന്ന് വളരെ വലിയൊരു വികസനം ഉണ്ടാവുമെന്നുമുള്ള ഒരു ധാരണ സാധാരണ ജനങ്ങളിലേക്ക് പകർത്താനായിട്ട് ഈ പത്രങ്ങളിലുള്ള വാർത്തകളും മറ്റും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു വൈകാരിക പ്രശ്നമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ ജില്ലയിൽ ഉള്ള ആളുകൾ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഈ തുറമുഖത്തെ കാണുന്നത്.
ഇതിന്റെ ആദ്യ ഒരുപാട് കാലം ചർച്ച നടത്തിയെങ്കിലും ഇതിന്റെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിച്ച് അതിനൊരു പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോഴാണ് നമുക്ക് സത്യത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ആ പബ്ലിക് ഹിയറിംഗിന്റെ സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ ചർച്ച ചെയ്ത ഒരു ഡോക്യുമെന്റ് അവർക്ക് കൊടുത്തിരുന്നു. അതിനകത്ത് ഇതുപോലെ ഒരു തുറമുഖം ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് അന്ന് പരിഷത്ത് എടുത്തത്. ഏതൊരു പദ്ധതിക്കും അനുമതി നൽകേണ്ടത് ശാസ്ത്രീയമായ പഠനങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലുള്ള വിശകലനത്തിൽ നിന്നും പദ്ധതിയുടെ നേട്ടകൂട്ട വിശ്ലേഷണം നടത്തിയാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യത്തിൽ നടന്നത് എന്തൊക്കെയാണ് എന്ന് വിശദമാക്കപ്പെടുന്നു. ഞാനൊരു കാര്യം പറയും. ഈ വിഴിഞ്ഞത്തിന്റെ പ്രോജക്റ്റുമായിട്ട് ആദ്യം എൻവയൺമെന്റ് മിനിസ്ട്രി ചെന്നപ്പോൾ അവിടെ ഒരു പ്രോസസ് ഉണ്ട്. ഇത് ചുമ്മാ ആദ്യമായി ഒരു EIA പഠനം നടത്താൻ പറയുന്നത് സ്കോപ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി. എന്നുവെച്ചാൽ ഇത് EIA നടത്താൻ പോലും യോഗ്യത ഉണ്ടോ ഈ പ്രോജക്റ്റ്, ഇതാണ് ഒന്നാമത് പരിശോധിക്കുന്നത്. കൊണ്ടുകൊടുത്ത ഉടനെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അവിടുത്തെ എക്സ്പേർട്സ് പറഞ്ഞു, EIA എൻവയൺമെന്റ് മിനിസ്ട്രിയിലെ സബ്ജക്ട് എക്സ്പേർട്സ് പറഞ്ഞു, ഇവിടെ പോർട്ട് പണിയാൻ പറ്റത്തില്ലല്ലോ, ഈ വിഴിഞ്ഞത്ത് ഈ കൊമേഴ്സ്യൽ പോർട്ട് പണിയാൻ പറ്റില്ല. അവർ ആദ്യം ഒപ്പിനിയൻ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡുണ്ട്, മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഒരു കാരണം പറഞ്ഞത്? ഇതൊരു ഹൈ ഇറോഷൻ ഏരിയ ആണല്ലോ. ഹൈ ഇറോഷൻ ഏരിയയില് പോർട്ട് പണിയാൻ പാടില്ല എന്ന് CRZ നിയമമുണ്ട് അല്ലെ? 2011 പുതിയ നിയമമാണ്. രണ്ട് കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു തുറമുഖം നേരത്തെ കാണിച്ചതുപോലെ ഈ ഒരു തുറമുഖം പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് തൊട്ട് വടക്കുള്ള ഫിഷിംഗ് ഹാർബർ ഇല്ലാതാകും. ഇല്ലാതാകുമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെല്ലാവരും ഈ വിഴിഞ്ഞത്ത് പോയിട്ടുള്ളവരാണല്ലോ. വിഴിഞ്ഞത്ത് ഈ വടക്ക് പുലിമുട്ടിന്റെ ഭാഗത്ത് ചെന്ന്, ആ മുസ്ലിം പള്ളിയുടെ ആ ഭാഗത്ത് ചെന്ന്, കടലിൽ ചെന്ന് വർഷകാലത്ത് ചെന്ന് നോക്കണം. ആ പുലിമുട്ടിലേക്ക് വന്നടിക്കുന്ന തിരമാല ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ. അത് ഈ പുലിമുട്ടും കവിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അത്ര ശക്തമായ കടലിടിയാണ് അവിടെ. അപ്പൊ അവിടെ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകും. ഇതിന് തൊട്ട് തെക്ക് വശത്ത് അതിനേക്കാൾ വലിയൊരു പുലിമുട്ടുണ്ടായി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെർബുലൻസ്, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അവർ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ മിനിറ്റ്സിൽ, ഞാൻ ആ മിനിറ്റ്സിലെ ഭാഗം തന്നെ വായിക്കാം. The present proposal may affect the smooth operation of the fishing harbor in the long run due to blocking of entrance by the movement of littoral drift which is predominantly towards south in the west coast. There will be negative impact on the fishing grounds during and after construction. The development may thus cause adverse impact on the fishing activity in and around the fishing harbor, thereby affecting the very livelihood of the fishing community. ഈ ഹാർബർ തന്നെ ഉപയോഗശൂന്യമോ അവിടെ സുരക്ഷിതമാവില്ല, ഈ ടേബിലിറ്റി കൂടുമെന്ന് എക്സ്പേർട്സ് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വേറെ സ്ഥലം അന്വേഷിക്കാനാവും. പക്ഷേ ഇവർ തയ്യാറായില്ല. നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഗവൺമെന്റ് പൊളിറ്റിക്കൽ പ്രഷറൈസ് ചെയ്തു. അങ്ങനെയാണ് ഇത് സ്കോപ്പിങ്ങും എൻവയൺമെന്റ് സ്റ്റഡി പോലും നടന്നത്. ഇനി എൻവയൺമെന്റ് സ്റ്റഡി നടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ ഇവിടെ ചോദിച്ചു. എൻവയൺമെന്റ് സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഈ എൻവയൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്തായിരുന്നു വെച്ചാൽ, അവർ ക്ലിയറൻസ് കൊടുത്തെങ്കിലും, അവർ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി നടത്താനായിട്ട് അനുവാദം കൊടുത്തപ്പോൾ അവർ തന്നെ കൈ ഒഴിഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. ഓൺ സയന്റിഫിക് ഗ്രൗണ്ട്സിലല്ല. ബിക്കോസ് ഓഫ് പബ്ലിക് ഡിമാൻഡ് വി അലൗ EIA സ്റ്റഡി ടു ഡു. We allow you to do EIA study. അപ്പൊ പബ്ലിക് പക്ഷെ അതിനകത്ത് ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ ശക്തമായിട്ട് അവർ തന്നെ പറഞ്ഞു ഇത് ഇറോഷൻ ഏരിയ ആണെന്ന്. പക്ഷെ എന്നിട്ട് അവർ ടേംസ് ഓഫ് റെഫറൻസ് എഴുതിച്ചു. ഇവിടെ ഷോർലൈൻ ചേഞ്ച് പഠിക്കുകയും ഇറോഷൻ ഉണ്ടെന്ന് കാണുകയാണെങ്കിലും ഇത് ഒരു കാരണവശാലും ഈ പ്രോജക്റ്റിന് ക്ലിയറൻസ് തരില്ല എന്ന് എഴുതി വെച്ചു. ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ഒരേ ഒരു ക്ലോസിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ബാക്കിയെല്ലാം പഠിക്കണം. ഇത് മാത്രം പറഞ്ഞു ഇത് ഷോർലൈൻ ഇറോഷൻ ഉണ്ടാകുമെങ്കിൽ, ചേഞ്ചസ് ഉണ്ടാകുമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് റിപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നു. ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഷോർലൈൻ ചേഞ്ച്. ഞാനത് വായിച്ചു നോക്കി. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പഴയ വിഴിഞ്ഞം തുറമുഖം കെട്ടിയ ശേഷം വടക്ക് വശത്ത് 200 മീറ്റർ വരെ കര നഷ്ടപ്പെട്ടു, തെക്ക് വശത്ത് 220 മീറ്റർ കര പുതുതായി വെച്ചു. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുത്തു ഈ ഡ്രാഫ്റ്റ്, ഈ പബ്ലിക് ഹിയറിംഗില് നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നു ഇവിടെ ഷോർലൈൻ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ അപ്പൊ ഇതെങ്ങനെ ഇതിനൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞങ്ങൾ ഒബ്ജക്ഷൻ കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? ഫൈനൽ ഹിയറിംഗ് വന്നപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റിൽ നിന്നുണ്ടായിരുന്ന ഷോർലൈൻ ചേഞ്ചസ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഒരു ഷോർലൈൻ ചേഞ്ച് പഠനം നടത്താൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പറഞ്ഞിട്ട് അതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല അവർക്ക്. കാരണം അവർ തന്നെയാണല്ലോ പഠിച്ചത്. പിന്നെ അവർ ആൻസർ ചെയ്തത് എന്താ?
ഞങ്ങൾക്ക് വേണ്ടി ഇത് ആദ്യം പഠനം നടത്തിയ ആ ഏജൻസി ഇത് അൺസയന്റിഫിക് ആയിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വെട്ടിമാറ്റിയത് എന്നാണ് അവർ ഉത്തരമായിട്ട് എഴുതിയത്. അപ്പൊ ഈ രീതിയിൽ പൊളിറ്റിക്കൽ, പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിന്റെ കാര്യം, ഈ ക്ലിയറൻസ് കിട്ടാനായിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ ഉദ്യോഗസ്ഥന്മാരെ 2 തവണ പബ്ലിക് ഹിയറിംഗ് സമയത്ത് വിഴിഞ്ഞെത്തും, അതുപോലെ മിനിസ്ട്രി ഡൽഹിയിലെ മീറ്റിംഗ് നടന്നപ്പോഴും ഡിഫൻസിലെ ഉദ്യോഗസ്ഥന്മാർ പോയി. ക്ലിയറൻസ് കിട്ടിയ ഉടനെ ഉമ്മൻചാണ്ടി അവർക്ക് എഴുതി, മിനിസ്ട്രി ഓഫ് നേവിക്ക് എഴുതി, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബർത്ത് കെട്ടാനായിട്ട് പെട്ടെന്ന് ഒരു 300 കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞ് എഴുതി. മറുപടി ഇല്ലാത്തപ്പോൾ വീണ്ടും എഴുതി, മറുപടിയില്ല. അവസാനം ഒരു കത്ത്, നിങ്ങൾ ഇനി ഫെബ്രുവരി 3-ാം തീയതിക്കകത്ത് നിങ്ങൾ അയച്ചില്ല എങ്കിൽ നിങ്ങളെ ഇല്ലാന്ന് കണക്കാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നിട്ടും അവർ മറുപടി അയച്ചില്ല. അങ്ങനെ അവർ ഇല്ലാന്ന് കണക്കാക്കി ജിയോ വരെ ഇറക്കിയിട്ടുണ്ട് കേരള ഗവൺമെന്റ്. സ്ട്രാറ്റജി ഇതൊക്കെ മനുഷ്യൻ നമ്മളെയൊക്കെ കളിപ്പിക്കാനായിരുന്നു. ഈ സെസ് ആണല്ലോ അവസാനം CRS വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാനായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞത്. എങ്ങനെയായി റിപ്പോർട്ട് എഴുതി അവസാനം കൊടുത്തത്? സെസ്സിന് അനുകൂലമായിട്ട് എന്തുകൊണ്ട് കൊടുത്തു? സെസ്സിന്റെ ഡയറക്ടറെ ഉമ്മൻചാണ്ടി ഭീഷണിപ്പെടുത്തി. എന്താണ്, അന്ന് വരെ കേരള ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു സെസ്. സെസ്സിനെ നാഷണൽ സെസ് ആക്കണമെങ്കിൽ ഞാൻ റെക്കമെൻഡേഷൻ ലെറ്റർ തരണമെങ്കിൽ ഡയറക്ടറോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ വിഴിഞ്ഞത്തിന് അനുകൂലമായിട്ട് തന്നാലേ ഇത് തരുള്ളൂ, ക്ലിയറൻസ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡേഷൻ ലെറ്റർ തരുള്ളൂ. ആ ഡയറക്ടർ അതേപടിയും കഴിയുന്നു. അപ്പോ ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ് മുഴുവൻ, അല്ലാതെ ഒരു യാതൊരു സയന്റിഫിക് എത്തിക്സും ഈ കാര്യത്തിൽ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് ഒരു കാരണവശാലും എൻവയൺമെന്റ് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല. മുടക്കുന്ന തുക കാലക്രമത്തിൽ പദ്ധതി നടത്തിപ്പിലൂടെ റിട്ടേണായി തിരിച്ചു കിട്ടത്തക്ക വിധമാണ് ഏതൊരു പദ്ധതിയും ആസൂത്രണം ചെയ്യുക. എന്നാൽ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും ഇത്തരത്തിലുള്ള റിട്ടേൺ നാമമാത്രമാണ്. എന്നിട്ടും പദ്ധതിക്ക് അനുമതി ലഭിച്ചു എന്നത് വിചിത്രമാണ്. എൻ്റെ ആദ്യത്തെ എതിർപ്പ് ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് കൈകാര്യം ചെയ്ത രീതിയോടായിരുന്നു. ഇത് സ്ട്രക്ചർ ചെയ്ത രീതി, ഇതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങൾ, ഇതിൽ ഉള്ള പാകപ്പിഴകളാണ് ആദ്യമായിട്ട് ഞാൻ വിമർശനത്തിന് വിധേയമാക്കി. 7500 കോടി രൂപയുടെ പദ്ധതിക്ക് 2400 കോടി രൂപ മാത്രം സ്വകാര്യ പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ബാക്കി 5100 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കും. അത് കൊടുത്താലും വളരെ കാര്യമായ ഒരു റിട്ടേണും, ഒരു ഫൈനാൻഷ്യൽ റിട്ടേണും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുകയുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറിങ് ആണ് പ്രോജക്റ്റിന് വേണ്ടി ചെയ്തത്. ഈ സ്ട്രക്ചറിങ്ങിന്റെ അപകടം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവില്ല, നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ പരിസ്ഥിതി ഇല്ല, തൊഴിൽ അവസരങ്ങളില്ല, ഇതൊക്കെയാണെങ്കിലും ഈ ഫൈനാൻഷ്യൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതൊരു ന്യായീകരിക്കാം. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മതിയായിട്ടുണ്ടെങ്കിൽ ന്യായീകരണം കണ്ടെത്താം. പക്ഷെ ഒന്നും തിരിച്ചു കിട്ടാൻ ആൾമോസ്റ്റ് 0 അല്ലെങ്കിൽ 0.1% റിട്ടേൺ കിട്ടുന്ന ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നതിൻ്റെ അപകടം ഈ ഇതുപോലൊരു ഗ്രൂപ്പിന് മുമ്പിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് പഠിച്ചവരെല്ലാം പദ്ധതി സാമ്പത്തികമായി ലാഭകരമല്ല എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും അദാനി ഇത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നത് ഏറെ ദുരൂഹമാണ്. അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന ലക്ഷ്യം പുറത്തുവരുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇത് വിഴിഞ്ഞം ഇത് ഒരു പോർട്ട് എന്നുള്ള നിലയിൽ ലാഭകരമായി നടത്താൻ ഒക്കില്ല എന്നുള്ളത് ഇവിടെ എല്ലാ പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇപ്പം ഈ കേരളത്തിലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഇപ്പൊ എലിയാസ് ജോണൊക്കെ ഭയങ്കര ലാഭകരമാക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ എലിയാസ് ജോണിന്റെ വാക്ക് കേട്ടിട്ടല്ലല്ലോ ആരും വരാൻ പോകുന്നില്ല ഇവിടെ തുറമുഖം എടുക്കാൻ. അവര് വരണമെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഏജൻസികൾ പഠിച്ചാലേ വരുള്ളൂ. ആരൊക്കെ ഇവിടെ പഠിച്ചത്? ഇവിടെ ഈ IFCയുടെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഡ്രൂറി പഠിച്ചു, ഈ എയ്കോം പഠിച്ചു. ഇവരുടെ എല്ലാം പഠനത്തിൽ എന്താ അവസാനം കാണുന്നത്? ഇറ്റ്സ് ഇക്കണോമിക്കലി അൺവയബിൾ. കേരളത്തിൽ ഈ വിഴിഞ്ഞത്ത് അൺവയബിൾ ആണ്.
നമ്മൾ വേറെ വലിയ കണക്കൊന്നും നോക്കണ്ട. വല്ലാർപാടത്ത് ഇതേ കപ്പാസിറ്റിയാണ്. നേരത്തെ പറഞ്ഞൊരു ചെറിയ വിഷയമുണ്ട്. വല്ലാർപാടം നമ്മുടേക്കാൾ വലുതല്ല. ഈ വിഴിഞ്ഞത്തിന്റെ തുല്യ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ളതാണ് ആനുവൽ കപ്പാസിറ്റി. ഇവിടെ അത് തന്നെയാണ്. പക്ഷേ വല്ലാർപാടത്തിന്റെ ചെലവിന്റെ ഇരട്ടിയിലേറെ ചെലവാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ. അത് നേരത്തെ തയ്യാറാക്കിയപ്പോൾ വല്ലാർപാടത്തിന്റെ ആ സമയത്ത് എസ്റ്റിമേറ്റ് ചെയ്തപ്പോഴുള്ള എസ്റ്റിമേറ്റിന്റെ വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനേക്കാളും കൂടിക്കാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് ഈ തുറമുഖം വയബിൾ ആവില്ല എന്ന് ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വല്ലാർപാടം ഏറ്റെടുക്കാനായിട്ട് ഇവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി ഗ്ലോബൽ പോർട്ട് ഓപ്പറേറ്റേഴ്സ് വന്നു. പക്ഷെ വിഴിഞ്ഞം ഏറ്റെടുക്കാൻ എന്താ ആരും വരാത്തത്? പിന്നെ എന്തുകൊണ്ട് അഡാനി മാത്രം പിന്നെ വന്നു? പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ അഡാനി വന്നതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. ഈ അഡാനിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മില് അഡാനിയും ഡൽഹിയിൽ കണ്ട ശേഷം വയബിലിറ്റി റിപ്പോർട്ട് മാറ്റി. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് 2015 ഏപ്രിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് സർവകക്ഷി മീറ്റിംഗ് സമയത്ത് പോലും വെളിയിൽ വിട്ടില്ല. അതിനുശേഷമാണ് പുറത്തു വന്നത്. അതിലെഴുതിയിരിക്കുന്നത് എന്താ? അതിലെഴുതിയിരിക്കുന്നത് ഈ പദ്ധതി, ഈ വിഴിഞ്ഞം പോർട്ട് പ്രോജക്റ്റ് വയബിൾ അല്ല. 40% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കിട്ടിയാലും കപ്പലുകൾക്കുള്ള ടാരിഫിന് 35% ഡിസ്കൗണ്ട് കൊടുത്താലും ഇത് വയബിൾ അല്ല. 60% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആരെങ്കിലും ഫണ്ട് ചെയ്യണം. 40% ഈ രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കാൻ നിയമമുള്ളൂ. അപ്പൊ 60% ഫണ്ട് ചെയ്യണം. ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ മൊത്തം കോസ്റ്റും അല്ല. ഇവിടെ ഈ കേരള ഗവൺമെന്റ് തന്നെ ഈ പോർട്ട് പ്രോജക്റ്റിന്റെ കോസ്റ്റിലെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ ആണ്. 1600 ചില്ലുവാനും കോടി രൂപയാണ്. ഈ 1600 ചില്ലുവാനും കോടി രൂപയുടെ പദ്ധതിയുടെ വെളിയിലാക്കി ഫണ്ടഡ് വർക്കാക്കി മാറ്റി. അത് മുഴുവൻ കേരള ഗവൺമെന്റ് കൊടുക്കണം. നമ്മൾ ഈ പറയുന്ന കണക്കിലൊന്നും ഈ പിന്നെ എന്താണ് ഈ ബ്രേക്ക് വാട്ടറിന്റെ കണക്കില്ല. ഈ അഡാനി മുടക്കേണ്ടതും മറ്റു ബ്രേക്ക് വാട്ടറിന്റെ പൈസ പ്രത്യേകമായി കൊടുക്കണം. ആദ്യം അതിനുവേണ്ടി ടെൻഡർ വിളിക്കുമെന്നാ പറഞ്ഞത്. വിളിച്ചില്ല. അഡാനി പറഞ്ഞു അത് വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ തന്നെ അത് ചെയ്യും, നിങ്ങൾ ആ പണം മുഴുവൻ ഞങ്ങൾക്ക് തരണം. അപ്പൊ 900 കോടി രൂപയായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. അഡാനി പറഞ്ഞു അത് പറ്റത്തില്ല, 1600 കോടി രൂപ തരണം, ഞങ്ങൾ അത് ചെയ്യും. അത് കേരള ഗവൺമെന്റ് സമ്മതിച്ചു. അപ്പൊ ഇങ്ങനെ 1600 കോടി രൂപ വാങ്ങിയിട്ടാണ് ഇപ്പോ പിന്നെ ഈ അഡാനി ഇപ്പൊ ഈ പറയുന്ന ഡ്രഡ്ജറും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ആദ്യത്തെ ചെലവ് മുഴുവൻ കേരള ഗവൺമെന്റിന്റെയാണ്. ഈ ബ്രേക്ക് വാട്ടർ പണിയേണ്ടത് കംപ്ലീറ്റ് ഫണ്ടഡ് പ്രോജക്ട് എന്നുള്ള നിലയിൽ കേരള ഗവൺമെന്റ് കൊടുക്കേണ്ട പൈസയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള പറയാം ഞാൻ പറഞ്ഞത് 1600 കോടിയിൽ വരുന്നതല്ല. അതല്ലാതെ VGF ആണ് ഈ പറഞ്ഞ 40%. ഈ ഫണ്ടഡ് വർക്ക് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി തുകയുടെ 40% VGF. പക്ഷെ ആ VGFന്റെ വ്യവസ്ഥ എന്താണ്? VGF എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കേന്ദ്രം ചുമ്മാ തരുന്നതാണ്. ഈ VGFന് 20% തുക ഈ പ്രോജക്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ കേരള ഗവൺമെന്റ് ഈ തുക കേന്ദ്ര ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സോഫ്റ്റ് ലോണാണ് തരുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ 40% VGF ബാധ്യത മുഴുവൻ കേരള സർക്കാരിന്റെയാണ്, നമ്മുടെ പൈസയാണ്. അപ്പൊ അത് കൊടുക്കണം. അത് കൂടാതെ ഈ ഫണ്ടഡ് വർക്ക് എന്നുള്ളതിൽ ബ്രേക്ക് വാട്ടേഴ്സ് കിട്ടണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ, ഇതിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി, ഇത് മുഴുവൻ ചെയ്യേണ്ടത് കേരള സർക്കാരാണ്. അത് ഈ പ്രോജക്റ്റിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇതില് അഡാനി എന്നിട്ടും അഡാനി പറഞ്ഞത് 60% തരാൻ വ്യവസ്ഥയില്ല. ഇപ്പൊ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ കോമ്പീറ്റ് ചെയ്യേണ്ടത് കൊച്ചിയുമായിട്ടും കൊളംബോയുമായിട്ടാണ്. അപ്പൊ വല്ലാർപാട് ഇപ്പൊ തന്നെ 30% ചെയ്യുള്ളൂ. അവരെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കപ്പലുകളെ കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാൽ പോലും 35% ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും വയബിൾ ആവില്ല. 60% ഗ്യാപ്പ് ഫണ്ടിങ് വേണം. അത് കൊടുക്കാൻ വ്യവസ്ഥയില്ല. അപ്പൊ അദാനി തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താ? ഈ പോർട്ടിന് വേണ്ടി എടുക്കുന്ന ലാൻഡിൽ നിങ്ങൾ 1/3 ലാൻഡ് ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനായിട്ട് തരണം. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ തരിക. അത് നടത്തി അതിന്റെ ലാഭം കൊണ്ട് 20% മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോർട്ട് പ്രോജക്റ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ പണം പിന്നെ അഡാനി മുടക്കാൻ പോകുന്നതും വരുമാനം ഉണ്ടാക്കാൻ പോകുന്നതും പോർട്ടിൽ നിന്നല്ല, റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ്. 3300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. പക്ഷെ അതിന് അഡാനിയും ഒരുപക്ഷെ കയ്യിൽ നിന്ന് കാശ് വെക്കേണ്ടി വരില്ല. ഈ പറഞ്ഞ ലാൻഡ് പ്ലഡ്ജ് ചെയ്ത് ലോൺ എടുക്കാനും വ്യവസ്ഥയുണ്ട്.
കേരള ഗവൺമെന്റ് പൊന്നും വരെ എടുത്തിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി പ്ലേറ്റ് ചെയ്ത് അപ്പം 2 ലക്ഷറി ഹോട്ടൽസ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇവിടെ പറയുന്നത് മെഡിക്കൽ കോളേജാണ്, ഹോസ്പിറ്റലാണ്, കോളേജാണ്. ഇതൊന്നുമല്ല. വളരെ ക്ലിയർ ആയിട്ട് PCBD റിപ്പോർട്ടുണ്ട്. 2 ലക്ഷറി ഹോട്ടൽസ്, ഒരു ഷോപ്പിംഗ് മാൾ, ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ്, വലിയ ഷോപ്സും പിന്നെ അതുപോലെ ഓഫീസ് ബിൽഡിങ്സും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള 5 പ്രോജക്ട്സ് ആണ്. പിന്നെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, ഇത് 5ഉമാണ്. അപ്പൊ ഇതിനു വേണ്ടി 3600. അപ്പം RVG പറഞ്ഞത് ശരിയാണ്, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ്. അപ്പൊ അതിൽ മാത്രമേ ഇപ്പൊ അദാനിയുടെ നോട്ടം ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അദാനിക്ക് നന്നായിട്ട് അറിയാം ഇത് പ്രോജക്റ്റ് വിജയിക്കില്ല. ഈ പോർട്ട് എന്നുള്ള നിലയിൽ ഈ പ്രോജക്റ്റ് വിജയിക്കില്ല. ഹോട്ടൽസ് നടത്താനായിട്ട് ഇപ്പൊ അദാനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം എന്താണ്? സാധാരണഗതിയിൽ ഈ സ്ഥലത്ത് ഈ ബീച്ചില് CRZ നിയമം വെച്ച് ഹോട്ടൽ പണിയാൻ പറ്റില്ല. പക്ഷെ അദാനി ചെയ്യാൻ പോകുന്നത് എന്താ? ഈ 105 ഏക്കർ ഭൂമി, ഈ കടൽ തീരത്തെ ഭൂമി ഉൾപ്പെടെ അവിടെ വലിയ ഈ ഒരുപക്ഷെ നമ്മുടെ കോവളത്തിരിക്കുന്ന പിന്നെ പഴയ ITDCയുടെ ഹോട്ടലിൽ, അപ്പൊ ആ ഹോട്ടലിനെ വെല്ലുന്ന വലിയ ഹോട്ടൽ ഇപ്പുറത്ത് ആ മുല്ലൂർ ബീച്ചിൽ അവിടെ വരും, അദാനിക്ക് വരും. അദാനിക്ക് CRZ വയലേഷൻ ബാധകമാവില്ല. കാരണം എന്താ? ഇത് പോർട്ട് പ്രോജക്റ്റിലെ പോർട്ട് എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നത് CRZ എക്സ്ക്ലൂഡഡ് ആണ്. പോർട്ട് ആക്ടിവിറ്റി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അപ്പൊ ഇവിടെ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണ് ഇപ്പൊ അദാനി കാണുന്നത്. വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും ഉണ്ടാകാവുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് നമ്മൾ ഈ സാമ്പത്തിക ഇമ്പാക്റ്റിനെ പറ്റി പറയുമ്പോൾ കേരള ഗവൺമെന്റ് 4000-ലധികം കോടി രൂപ കടമെടുത്ത് വേണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ കുടുംബവും ഒരു 5000 രൂപയുടെ കടബാധ്യത വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്ക്. ഇന്ത്യയിലെ എല്ലാ കണ്ടെയ്നർ ടെർമിനലുകളും അങ്ങനെ വലിയ എംപ്ലോയ്മെന്റ് ഓറിയന്റഡൊന്നുമല്ല. ഇത് തീർച്ചയായിട്ടും 2-3 വർഷം കഴിയും പുതിയ ക്രെയിനുകളും മറ്റ് ഇതെല്ലാം വരേണ്ടതെന്നുള്ളതുകൊണ്ട് ഏറ്റവും ആധുനികമായവയായിരിക്കും ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. തൊഴിലവസരങ്ങൾ വളരെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലോക്കൽ കാർഗോ വളരെ വളരെ ശുഷ്കമായിരിക്കും എന്നുള്ളത് കൊണ്ട്, അതായത് ഇവിടുന്ന് കയറ്റി അയക്കാൻ നമുക്കിവിടെ ഒന്നുമില്ല, ഇറക്കുമതി ചെയ്യാൻ ഒന്നുമില്ല. എത്ര കണ്ടെയ്നേഴ്സ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കയറ്റി അയക്കാനോ ഇറക്കുമതി ചെയ്യാനോ ഉണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷനും ഉണ്ടാവും, പക്ഷെ വളരെ വളരെ പരിമിതമായി. കണക്കിൽ പറയുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അത് തന്നെ ചെറിയ നമ്പേഴ്സാണ് എങ്കിൽ പോലും അത്രയും പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നിരാശാജനകമായ കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ധനപരമായിട്ട് ഈ പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനമില്ലാത്തതാണ്. തൊഴിൽപരമായിട്ട് 7500 കോടി രൂപ മുടക്കി 600 പേർക്ക് നേരിട്ട് ഫുൾ കപ്പാസിറ്റി വന്നാൽ 600 പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്ന ഒരു പദ്ധതി തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കാൻ പ്രയാസമുണ്ട്. പാരിസ്ഥിതികമായ ഇമ്പാക്റ്റ് വ്യക്തത ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിനെ അനുകൂലിക്കാൻ പ്രയാസമുണ്ട്. ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ച. വിഴിഞ്ഞത്തെ കടലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1999 ഡോക്ടർ സുനിൽ CFRയുടെ ഒരു ഹെഡാണ്. അദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തെ ഫിഷറി ഡാറ്റയും എൻവയൺമെന്റൽ ഡാറ്റയും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം അവസാനം കണ്ടെത്തുന്ന, അദ്ദേഹം എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പാണ്, കണ്ടെത്തുന്നത് ഇത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഓഫ് വിഴിഞ്ഞം, ആ ഒരു ഏരിയ, വിഴിഞ്ഞം ഏരിയ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം എന്താണ്. ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ. ഈ നമ്മുടെ പഞ്ചമഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും സമൃദ്ധമായ മത്സ്യസമ്പത്തുള്ള ഓഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ. സംശയം ഇന്ത്യൻ ഓഷനിലെ മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ് നടത്തുന്നത് മറ്റുള്ള രാജ്യങ്ങളാണ്. അവരതിൻ്റെ പിറകെയാണ് ആ സമ്പത്ത്. ഇന്ത്യൻ ഓഷനിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ് തമിഴ്നാട്, ആന്ധ്ര, കർണാടകയൊക്കെ.
ഇവിടെ മോർ ദാൻ 200-ലധികം സ്പീഷീസ് ഓഫ് മത്സ്യങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സ്യങ്ങളെ മാത്രം, അതുകൂടാതെ ഷെൽഫിഷസും മറ്റും വേറെ. ഇത്തരത്തിലുള്ള മത്സ്യസമ്പത്ത് കിട്ടുന്ന ഈ പ്രദേശത്തിന് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കന്യാകുമാരി മുതൽ ഈ പരവൂർ പൊഴിക്കര വരെയുള്ള പ്രദേശം എടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജിയോമോർഫോളജിക്ക് മറ്റ് പ്രദേശങ്ങൾ കേരളത്തിൻ്റെ 190 കിലോമീറ്ററിൻ്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു മോർഫോളജിയാണ്. എന്തുകൊണ്ട് സൗത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഇത്രയും മത്സ്യസമ്പത്ത് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഈ കടലിൽ വലിയ എന്താ പറയുക പർവ്വതങ്ങൾ, കടൽ പർവ്വതങ്ങൾ, സീ മൗണ്ടെയിൻസ്, അത് റീഫ്സാണ് പറയുക. കോറൽ റീഫ്സ് വളർന്ന് മരങ്ങളോളം വളർന്നുണ്ടായിട്ടുള്ള റീഫ്സാണ്. സൗത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ റീഫുകളിൽ 21 റീഫുകളിൽ ഏറ്റവും വലിയ റീഫുകളിൽ ഒന്നാണ് ഇവിടുത്തെ വാഡ്ജ് ബാങ്ക്. ആ വാഡ്ജ് ബാങ്ക് ആണ് ഇവിടുത്തെ മത്സ്യത്താവളം. യുണൈറ്റഡ് നേഷൻസ് FAO വന്നിട്ടുള്ള ഡയറക്റ്റീവ്സിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്ന MPAs ആണ്, മെറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഈ വാഡ്ജ് ബാങ്ക് പോലെയുള്ള മത്സ്യത്താവളങ്ങളെ MBA ആയി ഡിക്ലെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് യുണൈറ്റഡ് നേഷൻസ് ഡയറക്റ്റീവ്സ്. വാഡ്ജ് ബാങ്ക് എന്ന് പറയുന്നത് 1400 സ്ക്വയർ കിലോമീറ്റർ, ഏതാണ്ട് നമ്മുടെ തമിഴ്നാടിന്റെ ബോർഡർ വരെ വരുന്നു. ഇതിലുള്ള ജൈവ വൈവിധ്യം കുറേയൊക്കെ ഞാൻ പറയാം. കലവ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ കണക്ക് തന്നെ കോറൽസ്, ധാരാളം കോറൽസ് നമ്മളെ പ്രൊട്ടക്റ്റഡ് ആനിമലാണ്. അതോടൊപ്പം തന്നെ കുറേയേറെ നമുക്ക് എഡിബിൾ അല്ലാത്ത മത്സ്യങ്ങളും മറ്റേ ആനിമൽസും ഉള്ള ഒരു സങ്കേതം. ഇനി ഇവിടെ ഒരു ചോദ്യം വന്നു, പ്രൊട്ടക്റ്റഡ് ETP സ്പീഷീസ്, എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസ് ഏതൊക്കെയാണ് നമുക്ക് ഈ ഏരിയയിലുള്ളത്? ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് 2 സ്പീഷീസ് ആമകൾ, ഒലിവ് റിഡ്ലി, ലെതർ ജാക്കറ്റ്, 2 സ്പീഷീസ്. അതിൽ ആദ്യത്തെ സ്പീഷീസാണ് ഏറ്റവും കൂടുതൽ. അത് അവിടെ ബ്രീഡിങ്, അതിനൊരു നെസ്റ്റിംഗ് ഗ്രൗണ്ട് തന്നെ ഉണ്ട്. പിന്നൊന്ന് ഈ ബോട്ടിൽ നെക്ക് ഡോൾഫിൻ. കൊല്ലം ഹാർബറിന്റെ അടുത്ത് ചെന്നാൽ കാണാം ഇങ്ങനെ രാവിലെ. വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ആനിമൽ. അത് ഇങ്ങനെ ഇവിടെ വരെ വരുന്നുണ്ട്, ഏകദേശം പൂവാറിന്റെ അടുത്ത് വരെ ഡോൾഫിനെ കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് പേൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു 10 mm ഡയമീറ്ററുള്ള, നേരത്തെ ഘോഷ് സൂചിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 20,000 rupees മിനിമം കിട്ടും. അപ്പോഴും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് പേൾ ഓയിസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഈ തീരത്ത് ഇവിടെ മാത്രമാണ് റെക്കോർഡ് ചെയ്തത്, വെസ്റ്റ് കോസ്റ്റ്. മറ്റൊന്ന് ശംഖ്, സേക്രഡ് ശംഖ്. നമ്മളെ അമ്പലത്തിലെല്ലാം ഇങ്ങനെ ശംഖ് വിളിക്കുന്നതിന് ഉപയോഗിക്കുന്ന സേക്രഡ് ശംഖിൻ്റെ ഒരു ബെഡ്, അതും ഏതാണ്ട് കുളച്ചൽ മുതൽ കൊല്ലം വരെയുള്ള ഏരിയയിൽ മാത്രമാണ് നമുക്കുള്ളത് കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ. പിന്നൊന്ന് സീ ഹോർസ്, പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ സീ ഹോർസ് കിട്ടുന്ന ഏതാണ്ട് സദേൺ മോസ്റ്റ് ടിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സീ ഹോർസ് കിട്ടുന്ന ഒരു ഏരിയയാണ് വിഴിഞ്ഞം. അപ്പോൾ അത് നമുക്കതിൻ്റെ ഞാൻ പറയുന്ന അതിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന് കോറൽസ് ഏകദേശം ഒരു 7-8 സ്പീഷീസ്. അക്രോപോറ എന്ന് പറയും ബ്രാഞ്ചിങ് ആയിട്ടുള്ള കോറൽസ്. ഇനി ഫിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ആ ഏരിയ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് നെത്തോലി, ചാള, മത്തി, അയല, വാള, ചൂര, നെയ്മീൻ, സ്രാവുകൾ, തെരച്ചി, കലവകൾ, പാര പലതരമുണ്ട്. ഒരു 10-12 സ്പീഷീസ് എങ്കിലും കപ്പാസിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരകൾ. പൊഴിയാള, വിഴിഞ്ഞം പൊഴിയാളയുടെ ഒരു സെന്ററാണ്. പീറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, അറിയാം. അത്ര അവിടെ എല്ലാം ഒരു ഈ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനുകളുടെ ഒരു സങ്കേതം തന്നെയാണ്. കണമ്പ്, ചെമ്മീൻ, കണവ, മറ്റൊന്ന് ലോബ്സ്റ്റർ. അത് ഏതാണ്ട് 2-3 സ്പീഷീസ് അവിടെ ലഭിക്കുന്നുണ്ട്.
പിന്നെ അതിനേക്കാളൊക്കെ ഒരു 10-50 സ്പീഷീസ് എങ്കിലും വർണ്ണ മത്സ്യമാണ്, ഓർണമെന്റൽ ഫിഷസ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ റീഫിന്റെ അവര്. അപ്പൊ ഇത്ര റിച്ച് ആയിട്ടുള്ള കടൽ കുതിര, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കുറച്ച് റിച്ചായിട്ട് സീവീഡ്, കടൽ പായലുകളുള്ള സ്ഥലം ഈ കൊല്ലം മുതൽ ഏതാണ്ട് പൂവാർ വരെയുള്ള. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ഏരിയയിലെ ഇമ്പോർട്ടൻസ്, ജീവവൈവിധ്യം, ഫിഷറി, ഇതൊക്കെ തന്നെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇത് ചെയ്യേണ്ടതായിരുന്നു. വിഴിഞ്ഞത്തെ കടലിന്റെ അടിത്തട്ട് നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ശ്രീ റോബർട്ട് പനിപ്പിള്ള അദ്ദേഹത്തിന്റെ നേരനുഭവങ്ങളുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു. എൻ്റെ അറിവുകളുടെ പ്രധാന പശ്ചാത്തലത്തെ സ്ട്രെങ്തൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ജീവിതത്തിലുടനീളം തീരത്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു സമയം കടലിൽ ചെലവഴിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കടലുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന ആളുകളുമായി വളരെ അടുത്ത് ആത്മബന്ധമുള്ള ആളാണ്. ഇതാണ് പ്രധാനമായിട്ടും എൻ്റെ കടലിൻ്റെ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള അറിവ് നേടലിൻ്റെ ഒരു പ്രധാന തലം. രണ്ടാമത്തെ പശ്ചാത്തലം, കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണാൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ വിഴിഞ്ഞം പദ്ധതി വരുന്ന മേഖലകളിലെ അടിത്തട്ടിലെ കാഴ്ചകൾ ഒക്കെ നേരിൽ കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് കൂടി ഞാനും എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും അതാണ്. കടലിൻ്റെ അകക്കാഴ്ചകളെ, കടലിൻ്റെ യഥാർത്ഥ പരിസ്ഥിതിയെ തുറന്നു കാണിക്കുക. അപ്പോൾ അതിനായി എനിക്ക് ഇവിടെ ഒരു അവസരം നൽകിയ പരിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷ്വൽസിലേക്ക് പോവാം. തിരുവനന്തപുരം ജില്ലയിലെ കടൽ എന്ന് പറയുന്നത് ചിപ്പികളും ഒപ്പം ഒരു ബയോമാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ മേഖലകളിലെല്ലാം. അതുകൊണ്ടാണ് ഈ പ്രദേശം ഹോട്ട്സ്പോട്ട് എന്ന് നമ്മൾ പറയുന്നത്. വെറും പാറകളല്ല. നമുക്കറിയാം, ആ പദ്ധതി പ്രദേശത്തെ കരയിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് വെറും പാറകളാണ്. പക്ഷെ അത് കടലിനടിയിലാവുമ്പോൾ അവിടെ ആ പാറയുടെ മുകളിൽ ധാരാളം കാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ധാരാളം ജീവജാലങ്ങൾ അതിന് അടിയിലുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പാറയുടെ മുകളിൽ എല്ലാം തന്നെ ധാരാളം ജീവജാലങ്ങളുണ്ട്. ഈ പാറയുടെ മുകളിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ അതിനടിയിലെ ജീവജാലങ്ങളെ ഭക്ഷിക്കാൻ പരിസരത്തുള്ള മുഴുവൻ മത്സ്യങ്ങൾ അവിടെ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കടലിന്റെ അടിയിലെ പാറകൾ ഇവര് പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിജയൻ സാറിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ആ മേഖലയിലെ കടലിനടിയിൽ കുറച്ച് പാറകളുണ്ടെന്ന് മാത്രമാണ്. ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററും നീളമുള്ള ഒരു മലയാണ് പെരുമാക്കല്ല്. അത് അടിമലത്തറയിൽ നിന്ന് തുടങ്ങി ചെവ്വരയോടടുത്ത് അവസാനിക്കുന്ന ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ, കടലിനടിയിലുള്ള ഈ മലയുടെ മുകളിൽ നിറയെ ഒരുതരം പുറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ പുറ്റെന്ന് പറയുന്നത് സെബല്ലാരിഡെ എന്ന ശാസ്ത്രനാമമുള്ള ഒരു ട്യൂബ് വേം ജീവിക്കുന്ന ഹാബിറ്റാറ്റാണ്. സെബല്ലാരിഡെ എന്ന് പറയുന്ന ഒരിനം ട്യൂബ് വേം ജീവിക്കുന്ന ഹാബിറ്റാറ്റാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. പിന്നെ അതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു വെളുത്ത ഭാഗം നമുക്ക് കാണാം. ഈ വെളുത്ത ഭാഗം എന്ന് പറയുന്നത് ബ്രയോസോവൻസ് എന്ന് പറയുന്ന കടലിലെ മറ്റൊരു ജീവിയുടെ കോളനിയാണ്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട വളരെ പിന്നെ മറൈൻ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ജീവജാലങ്ങളുടെ കോളനിയാണ് വിഴിഞ്ഞത്തിനടുത്ത ഈ പെരുമാക്കല്ല് എന്ന് പറയുന്ന മല, കടലിനടിയിലെ മല. കടലിലെ മത്സ്യജാലങ്ങളിൽ, കടലിലെ ജീവജാലങ്ങളിൽ
ഒരു 4-1 മാത്രമേ കഷ്ടിച്ച് മത്സ്യങ്ങളുടെ ഗണത്തിൽ വരുന്നവയുള്ളൂ. ബാക്കി മുഴുവൻ അതിന്റെ ബന്ധിക് ബോട്ടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അവ നിലനിന്നാൽ മാത്രമേ മത്സ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ നടക്കുന്ന ഈ പറയുന്ന വികസനങ്ങളിലൂടെയെല്ലാം നശിക്കാൻ പോകുന്നത് ഈ പറയുന്ന ജീവജാലങ്ങളുടെ ജീവഗ്രഹമായിട്ടുള്ള ബന്ധിക് ബോട്ടമാണ്. ശ്രീ റോള കാണിച്ചു തന്ന വിഴിഞ്ഞത്തെ കടലിനടിയിലെ ജൈവ വൈവിധ്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. ആ കാഴ്ചകളിൽ നിന്നാണ് വിഴിഞ്ഞം പദ്ധതി വന്നാൽ അത് വാഡ്ജ് ബാങ്കിനെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമുയർന്നത്. ഒരുപക്ഷെ നമ്മൾ ഒരു പൈതൃക സ്വത്തായിട്ട് സൂക്ഷിക്കേണ്ട വാഡ്ജ് ബാങ്കിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നിവിടെ ഒരു ചോദ്യമുണ്ടായി. നേരത്തെ ഇവരൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 6 കിലോമീറ്റർ ഏരിയയിൽ 4 കിലോമീറ്റർ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് പാറ അടുക്കി ബത്തിങ് പ്ലേസ് ഉണ്ടാക്കുക. മുഴുവൻ പാറ കൊണ്ട് നടക്കേണ്ട. അപ്പോൾ ഈ നേരത്തെ ഇദ്ദേഹം അണ്ടർ വാട്ടർ സർവേ നടത്തിയ ആ ഏരിയയെല്ലാം അതാണ് റിട്ടേൺ ചെയ്യുമെന്ന് ആരും വിചാരിക്കണ്ട. അത് ജൈവ വൈവിധ്യത്തിൻ്റെ സങ്കേതമാണ്. അത് മുഴുവൻ അടിച്ച് നിരപ്പാക്കും. ആ നിരപ്പാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് ഉണ്ടാകുന്ന സസ്പെൻഡഡ് മെറ്റീരിയൽസ് അതിൻ്റെ ഡ്രിഫ്റ്റ് എന്തായി. ഞാനൊരു വെറും ചെറിയൊരു ഉദാഹരണം പറയാം. മിസ് ഘോഷ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ചങ്ങാളത്തിൽ ചിപ്പി വളർത്തുന്ന ഒരു സമയത്ത് എൻ്റെ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ സൈലാസ് അദ്ദേഹം പറഞ്ഞ് അപ്പോഴും ഇത് നമ്മൾ ബേക്കകത്തുനിന്ന് വിട്ടാൽ പോരാ, വെളിയിലേക്ക് ഒരു 5x4 മീറ്റർ വിസ്തീർണമുള്ള ഒരു ചങ്ങാളത്തിൽ ഏതാണ്ട് 60 റോപ്പുകൾ, ഈ ചിപ്പി പിടിപ്പിക്കുന്ന ഗ്രോ ചെയ്യുന്ന റോപ്പുകളുമൊക്കെ ഇട്ട് നന്നായിട്ട് ഗ്രാപ്പിനൽ ആങ്കറുകളിലിട്ട് നല്ല നീറ്റായിട്ട് ആങ്കർ ചെയ്തിട്ടു. ഒരു 3 മാസം അല്ല 2 മാസം കൊണ്ട് നല്ല ഒന്നാന്തരം ഗ്രോത്ത്. മറ്റേ ബേക്കകത്ത് കിട്ടുന്ന ഗ്രോത്തൊന്നും അല്ല, ഭയങ്കരമായ ഗ്രോത്ത്. വളരെ സന്തോഷം. ഒരു സൺഡേ ഞാൻ വീട്ടിൽ കൊല്ലത്തൊന്ന് പോയി. ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് കാണാം ഒരു ഫോൺ കോൾ വരുന്നു, സാർ റാഫ്റ്റ് കാണാനില്ല. ഉടനെ ഞാൻ ഇവിടെ എത്തി. പൂവാർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഇൻഫർമേഷൻ ഉടൻ വരുന്നു, ഒരു റാഫ്റ്റ് ഇങ്ങനെ ഒഴുകി വരുന്നു. ഉടനെ എന്നെ ജീപ്പ് എടുത്ത് അവിടെ പോകുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റാഫ്റ്റ് ആസ് സച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് അത് പൊട്ടിപ്പോയതൊന്നുമല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഫിഷർമാൻ ആരെങ്കിലും കട്ട് ചെയ്ത് വിട്ടതായിരിക്കും. ഒന്നും പൊട്ടിപ്പോയിട്ടുള്ളൂ. കാരണം ആങ്കറിൻ്റെ വെയിറ്റ് എല്ലാം കൂടി ഏകദേശം ഒരു 1000 കിലോഗ്രാം വരും. അടിയിൽ ഗ്രാപ്റ്റൻ ആങ്കേഴ്സിൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പോവാം. ഏകദേശം 16-18 കിലോമീറ്റർ അതേ ഇൻടാക്റ്റ് ആയിട്ട് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അന്ന് വലിയ കാറ്റോ കോളോ ഒന്നും വലുതായിട്ടില്ലാത്ത ഒരു സമയത്ത് ഇത്രയും ഭയങ്കരമായ അണ്ടർ വാട്ടർ കറൻറ്റ്സ് ഈ ഏരിയയിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രക്രിയകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും സിൽറ്റും മറ്റുള്ള മാലിന്യങ്ങളും ഒക്കെ തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് വാഡ്ജ് ബാങ്കിലേക്ക് തന്നെ പോകും. അതിൽ യാതൊരു സംശയം. പുലിമുട്ടുകൾ തീരപ്രദേശത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇനി പരിശോധിക്കാം. മറീന ബീച്ച് എന്ന് പറയുന്നത് മദ്രാസ് തുറമുഖത്തിൻ്റെ ബ്രേക്ക് വാട്ടേഴ്സിൻ്റെ സംഭാവനയാണ്. മറുവശത്ത് വടക്ക് ഭാഗത്ത് കടലുള്ളിലേക്ക് കടന്നു വന്നിരിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. വിശാഖപട്ടണത്തും തുറമുഖം നോക്കിയാൽ അവിടെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പാരദ്വീപ് തുറമുഖവും ഒറീസയിൽ ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പാരദ്വീപിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാരദ്വീപിൽ അവിടെ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ ഒരു പോർട്ട് ഗസ്റ്റ് ഹൗസ് താമസിച്ചു. ഗസ്റ്റ് ഹൗസ് പോർട്ട് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 63-ന് അവിടെ എത്തി താമസിച്ച ഗസ്റ്റ് ഹൗസാണ്. അന്ന് ജവഹർലാൽ നെഹ്റു ബിജു പട്നായിക്കും അവിടെ താമസിച്ച ഗസ്റ്റ് ഹൗസ് കടൽ തീരത്താണ്. പക്ഷേ കടൽ തീരത്ത് ഒരു കടൽ ഭിത്തി കെട്ടി ആ തീരം ബീച്ച് ഇല്ലാതെ കടൽ ഭിത്തി മാത്രമേ കാണൂ. ഞാൻ ദിവസം ചോദിച്ചത് എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കടൽ ഭിത്തി കെട്ടി ഈ ബീച്ച് നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പഴയ ഒരാൾ വിശദീകരിച്ചു,
അപ്പോൾ ഈ ഗസ്റ്റ് ഹൗസ് 2 കിലോമീറ്റർ കടലിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഈ ഗസ്റ്റ് ഹൗസ്. ഈ 2 കിലോമീറ്റർ കടലെടുത്ത് പോയത്. കടൽ ഇവിടെ അടുത്ത് വന്നു. ഇനി ഇവിടെ കടൽ ഭിത്തി കെട്ടിയില്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിനെ കൂടെ കടൽ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് ആണ് കടൽ ഭിത്തി കെട്ടിയത്. മറുഭാഗത്ത് തീർച്ചയായിട്ടും മണൽ തിട്ട ഉണ്ടായിട്ടുണ്ട്. അത് 35-25 മീറ്റർ നീളമുള്ള ഈ പുലിമുട്ടുകൾ നിർമ്മിച്ചപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി വലിപ്പമുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുമ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ അത്ര പഠനം നടത്തി പറയേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയില്ല. പക്ഷേ ആശങ്കകളുണ്ട്. തീർച്ചയായിട്ടും ആശങ്കകൾ തികച്ചും ന്യായമാണ് താനും. കാരണം ഇത് മറ്റു സ്ഥലങ്ങളിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആശങ്കകളായതുകൊണ്ട് തീർച്ചയായിട്ടും ആശങ്കകൾ ന്യായമല്ല എന്ന് പറയാനും സാധിക്കില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തുറമുഖത്തിനായി 4 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് പണിയുമ്പോൾ ഷോർലൈൻ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. എന്നാൽ നമ്മുടെ തീരപ്രദേശത്ത് പണിതിട്ടുള്ള പുലിമുട്ടുകൾ എന്തു മാറ്റമാണ് തീരപ്രദേശത്തുണ്ടാക്കിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ KI തോമസ്. ഈ വിഴിഞ്ഞ ഹാർബർ, ഫിഷിംഗ് ഹാർബർ 1970-കളിൽ പണിതപ്പോൾ അതിൻ്റെ വടക്ക് വശത്തെ ബ്രേക്ക് വാട്ടർ പണിതപ്പം തെക്ക് വശത്തെ ആൾക്കാർ ജീവിച്ചിരുന്ന ബീച്ചുകൾ മൊത്തം നഷ്ടപ്പെടുകയും ആ ആൾക്കാരെയാണ് ഇപ്പം കുന്നിൻ്റെ പ്രദേശത്ത് മാറ്റിപ്പാർക്കുന്നത്. അപ്പം അതാണ് സംഭവിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഹാർബറിനകത്ത് വാർപ്പ് പണിയാൻ വെച്ചിരുന്ന ഭാഗം മണ്ണടിഞ്ഞ് വാർപ്പ് പണിയാൻ മേലാത്തൊരവസ്ഥ ഇതിലോട്ടത് വന്നു. വീണ്ടും പഠനം നടത്തി അവിടെ ഗഡ്ജ് ചെയ്ത് ഇപ്പോൾ വാർപ്പ് പണിതിരിക്കും. അത് ഫിസിക്കൽ മോഡൽ സ്റ്റഡീസ് ഉൾപ്പെടെയുള്ളത് ന്യൂമറിക്കൽ മോഡൽ സ്റ്റഡീസ് നടത്തി അതനുസരിച്ചിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചെയ്ത കാര്യം. പക്ഷെ അതങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെ പനത്തുറ 2 ഗ്രോയിൻസ് പുലിമുട്ടുകൾ, ചെറിയ പുലിമുട്ടുകൾ 35-30 മീറ്റർ നീളമുള്ള പുലിമുട്ടുകൾ പണിതു. ആ പുലിമുട്ടുകൾ പണിതപ്പം അതിൻ്റെ തെക്ക് വശത്ത് മണ്ണടിയുകയാണ്, വടക്ക് വശത്ത് മണ്ണടിയുന്നില്ല. അതിൽ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആ പുലിമുട്ട് പണിയാനായിട്ടുള്ള ന്യൂമറിക്കൽ മോഡൽ സ്റ്റഡീസ് നടത്തിയത് ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമായ IIT മദ്രാസാണ്. അവർ ആ മോഡൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ ആ മോഡൽ സ്റ്റഡിയുടെ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് പടങ്ങളായിട്ട് കാണിച്ചിട്ടുള്ള റിസൾട്ട് അല്ലെ അതിൽ വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ പുലിമുട്ടുകളുടെ വടക്ക് വശത്ത് കര വെക്കും, തെക്ക് വശത്ത് കര പോകും. അല്ലെങ്കിൽ കര പോകുമെന്ന് അവർ പറയുന്നില്ലെങ്കിലും വടക്ക് വശത്ത് കര വെക്കും എന്നാണ് പറയുന്നത്. ഏതാ ഇല്ല, വടക്ക് വശത്ത് കര വെക്കും എന്നാണ് IITയുടെ മോഡൽ സ്റ്റഡീസിൽ പറയുന്നത്. പക്ഷേ അന്ന് ഭാഗ്യത്തിന് അവിടെ 11 ഗ്രോയിൻസ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. ഡോക്ടർ വൈദ്യരാമൻ പറഞ്ഞ CWPRSന്റെ അന്നത്തെ ഡയറക്ടർ സാറന്ന് റിട്ടയർ ചെയ്തു. ആ സമയം ഈ കേരളത്തിലെ കോഴ്സിനെ കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു നമുക്ക് ഈ 11 ഇപ്പം പണിയണ്ട, കാരണം അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു ഇതങ്ങനെ പ്രവർത്തിക്കും. ഈ മോഡൽ സ്റ്റഡീസിന് അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നമുക്ക് 2 പരീക്ഷണാർത്ഥത്തിൽ നോക്കാം, എന്നിട്ട് അത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ അത് പരീക്ഷണാർത്ഥത്തിൽ നോക്കിയപ്പം ഈ മോഡൽ സ്റ്റഡീസിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മുതലപ്പുഴി ഹാർബറിൽ അതിൻ്റെ മൗത്ത് അടഞ്ഞു പോകത്തക്ക തരത്തിലുള്ള സിൽറ്റേഷൻ ഉണ്ടായതിനെപ്പറ്റി, തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധമുണ്ടായ സിൽറ്റേഷൻ, കായംകുളത്തും അർത്തുങ്കൽ ചേറ്റിയിലും ഉണ്ടായ അനുഭവങ്ങൾ, ഇവയെല്ലാം ഡോക്ടർ KI തോമസ് വിശദമാക്കി. ഇവിടെയെല്ലാം നടത്തിയ ന്യൂമറിക്കൽ മോഡൽ സ്റ്റഡീസ് തെറ്റായിരുന്നു എന്ന് അനുഭവങ്ങൾ തെളിയിച്ചു. ഈ ഫെയിലിയേഴ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങളുടെ ഒരു അനാലിസിസ് നടത്തിയിട്ട് അതും പറ്റില്ല എന്നുള്ളത്, അല്ല വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്നുള്ളത് ഉറപ്പിക്കുക. കാരണം വിഴിഞ്ഞം ഒരു വലിയ ഇൻ്റർവെൻഷനാണ്, വളരെ വലിയ ഇൻ്റർവെൻഷനാണ്, ചെറിയതൊന്നുമല്ല.
കോവളം ഹെഡ്ലാൻഡ്, വിഴിഞ്ഞം കോവളം ഹെഡ്ലാൻഡ്, അതിനേക്കാളും കടലിനപ്പുറത്തോട്ട് പോകുന്ന കൺസ്ട്രക്ഷൻ. ലോകത്തിലെ അറിയപ്പെടുന്ന കോസ്റ്റൽ ജിയോ മോർഫോളജിസ്റ്റാണ് ഡോക്ടർ ഫെത്തിക്. കൊല്ലം മുതൽ കന്യാകുമാരി വരെയുള്ള കടൽ ഒരു സെഡിമെന്റ് സെൽ ആണെന്നാണ് ഡോക്ടർ ഫെത്തിക് പറയുന്നത്. അതിനാൽ ഈ ഭാഗത്തെ സെഡിമെന്റ് ട്രാൻസ്പോർട്ട് പരസ്പര ബന്ധിതമാണ്. ഈ സെഡിമെന്റ് സെല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലം തൊട്ട് കന്യാകുമാരി വരെയുള്ള ഒരു സെഡിമെന്റ് സെല്ലാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് തീരപ്രദേശത്തെ സെഡിമെന്റ് ട്രാൻസ്പോർട്ട്, പ്രത്യേകിച്ചും തീരത്തെ മണലിന്റെ ട്രാൻസ്പോർട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണെന്ന്. വിഴിഞ്ഞത്തൊരെണ്ണം ഉണ്ടായാൽ അത് വടക്കും തെക്കും ഒക്കെ ബാധിക്കണം. കാരണം അങ്ങനെ ഒരു വലിയൊരു സെഡിമെന്റ് സെല്ലിന്റെ പാർട്ടാണ് ഇത് എന്നാണ് 2013 അവർ പബ്ലിഷ് ചെയ്ത പഠനത്തിൽ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ ഒരു പ്രവർത്തനം അവിടെ മാത്രമായിട്ട് നിൽക്കാൻ പോകുന്നില്ല, അതിനപ്പുറത്തോട്ട് ഈ സെഡിമെന്റ് സെല്ലിന്റെ ഭാഗങ്ങളിലോട്ട് പോകാവുന്നതാണ്. കോവളം മറികടന്ന് പോകാം, അടിമലത്തുറയിൽ മറികടന്ന് പോകാം. ആ കാര്യം എന്തുകൊണ്ട് ഈ പഠനത്തിൽ വന്നില്ല എന്നുള്ളത്, ഈ സെഡിമെന്റ് സെല്ല് അതിന്റെ കൺസെപ്റ്റ് എന്തുകൊണ്ട് ഈ പഠനത്തിൽ വന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ പരിശോധിക്കേണ്ട ഒരു കാര്യം. ഒരു നിശ്ചിത പരിധിക്കപ്പുറം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരത്തെ ബാധിക്കില്ല എന്നാണ് നിഗമനം. ഈ പരിധിയെയാണ് ക്ലോഷർ ഡെപ്ത് എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തും എത്തുന്ന തിരമാലകളുടെ പീരീഡ് അനുസരിച്ചാണ് അവിടുത്തെ ക്ലോഷർ ഡെപ്ത് എത്രയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. സാധാരണ 10 സെക്കൻഡ് പീരീഡുള്ള തിരമാലകൾക്ക് 8 മീറ്ററാണ് ക്ലോഷർ ഡെപ്തായി എടുക്കാറ്. വിഴിഞ്ഞത്തും ക്ലോഷർ ഡെപ്ത് എടുത്തിട്ടുള്ളത് 8 മീറ്ററാണ്. എന്നാൽ വിഴിഞ്ഞത്ത് 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ പീരീഡുള്ള തിരമാലകളുടെ ആധിക്യമുണ്ട് എന്നത് ഇവിടെ പരിഗണിക്കാതിരുന്നത് ഒരു വലിയ പോരായ്മയായി ഡോക്ടർ KI തോമസ് ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ തീരത്ത് ലോങ് പീരീഡ് വളരെ കൂടിയത് 15 തൊട്ട് 20 സെക്കൻഡ് വരെ പീരീഡുള്ള തിരമാലകൾ ചില കാലങ്ങളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും അതാണ് അടിമലത്തുറയിൽ പലപ്പോഴും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാലവർഷം അല്ലാതുള്ള കാലങ്ങളിൽ ഉണ്ടാക്കുന്നതും പഠനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് കാലവർഷകാലത്തും വരുന്നുണ്ട്, മറ്റു കാലങ്ങളിലും ഉണ്ട്. കാലവർഷകാലത്തും ഷോർട്ട് പീരീഡ് വേവ്സും മൺസൂൺ വേവ്സ് വരുന്നതുകൊണ്ട് അതിനെ ഒന്ന് കൂടുതൽ പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അത് 15 തൊട്ട് 20 സെക്കൻഡ് വരെ പീരീഡ് വരുന്ന ആ വേവ്സ് അതിൻ്റെ ക്ലോഷർ ഡെപ്ത് 16 തൊട്ട് 20 മീറ്റർ. ആ വേവ് നമ്മൾ എടുത്താൽ ആ വേവിൻ്റെ ഒരു ആധിക്യം തന്നെ ഈ തെക്കൻ കേരളത്തിൽ അല്ല സൗത്ത് പടിഞ്ഞാറൻ കോസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ, വ്യക്തമായ പഠനങ്ങൾ. ആ തരത്തിലുള്ള പഠനങ്ങളും ആ തരത്തിലുള്ള വേവ്സ് വരും. ഈ ക്ലോഷർ ഡെപ്ത് 8 മീറ്ററിന് അപ്പുറം ഉള്ളതിന് ഇത് ബാധിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതും ഈ പരിസ്ഥിതി ആഘാത പഠനത്തിൽ വന്നിട്ടില്ല. പ്രൊഫസർ ടെറി ബ്ലാങ്കിൻ്റെ 2003 ഒരു പഠനം കാണിക്കുന്നത് തിരുവനന്തപുരം തീരത്തോടടുത്ത് വടക്കോട്ട് ഒരു നെറ്റ് സെഡിമെന്റ് ട്രാൻസ്പോർട്ട് ഉണ്ട് എന്നാണ്. നമ്മുടെ പുലിമുട്ടുകളുടെ തെക്ക് ഭാഗത്ത് കരവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായിരുന്നു ഈ പഠനം. തീരത്തോട് ചേർന്ന് നെറ്റ് ട്രാൻസ്പോർട്ട് ആകത്തുക എടുത്താൽ കൂട്ടവും കുറയ്ക്കുകയും ചെയ്താൽ നെറ്റ് ട്രാൻസ്പോർട്ട് വടക്കോട്ടാണെന്നും ആ വടക്കോട്ടാകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ പുലിമുട്ടുകളുടെ തെക്കുവശത്ത് ബീച്ച് ഉണ്ടാകുന്നതിൻ്റെ പല സ്ഥലത്തും ഉണ്ടാകുന്നത് ഈ വടക്കോട്ട് നെറ്റ് ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. പുലിമുട്ടുകൾ തടച്ചു നിർത്തുമ്പോൾ വടക്കോട്ട് പോകുമ്പോൾ തെക്കുവശത്ത് മണലടിക്കുന്നു. നെറ്റ് സെഡിമെന്റ് ട്രാൻസ്പോർട്ട് വടക്കോട്ടായിട്ടും ബീച്ച് എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യമുണ്ടാകാം. 10-15 മീറ്റർ ഉള്ളിലേക്ക് മാറി ഔട്ടർ ഷെൽഫിൽ തിരിച്ച് തെക്കോട്ട് സെഡിമെന്റ് ട്രാൻസ്പോർട്ട് ഉണ്ട് എന്നും ഇവ തമ്മിൽ ബ്രിഡ്ജിംഗ് ട്രാൻസ്പോർട്ട് ഉണ്ട് എന്നും പ്രൊഫസർ ടെറി ബ്ലാങ്കിന്റെ പഠനം കാണിക്കുന്നു. ഈ തരത്തിലുള്ള ഇന്നർ ഷെൽഫിൽ ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടെന്നുള്ളത് അത് തന്നെ ഇവിടെ സെഡിമെന്റ് ട്രാൻസ്പോർട്ടിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് തെറ്റാണ് എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള നമ്മുടെ ഈ കോസ്റ്റിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം
ഈ ഷോർട്ട്ലൈൻ മോഡൽ സ്റ്റഡീസിൽ വന്നിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ പാറയുടെയും വെള്ളത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് 5 ദശലക്ഷം ക്യൂബിക് മീറ്റർ കരിങ്കൽ ക്വാറി കടവളയിലെ അവിടുന്ന് എടുക്കാനുള്ള പാറ അവിടെ ഉണ്ട്. ഏതാണ്ട് അവിടെയുള്ള പാറയുടെ നിലവിലെ സ്ഥിതി അനുസരിച്ച് പാറയുടെ ഏതാണ്ട് 50% ലേശം കൂടുതൽ പാറ മതിയാവും ഇവിടുത്തെ ആവശ്യത്തിന്. അത്തരത്തിൽ പാറയുടെ ലഭ്യതയുണ്ട്. ഇവിടെ എടുക്കുന്ന പാറ സാധാരണഗതിയിലുള്ള ഒരു മൈൻ അല്ല നടക്കേണ്ടത്. വലിയ കഷ്ണങ്ങളാണ് കടലിലെ ഈ പുലിമുട്ട് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കഷ്ണങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അതിന് ഈ ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യസ്തതയുണ്ട്. ആ രീതി വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോക്കി സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വാറിയും എല്ലാം നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൊരു കാര്യം. അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ കൊച്ചിയിലെ നേവൽ ആ പ്രദേശത്തെ കടൽ ഭിത്തി കെട്ടുന്നതിനിട്ട് വലിയ പാറ കഷ്ണങ്ങൾ പൊട്ടിച്ച ഒരു അനുഭവം നമുക്ക് എറണാകുളത്ത് അയ്യമ്പുഴ താന്നിക്കാട് പ്രദേശത്തു നിന്നൊരു കോറിയിൽ പൊട്ടിക്കുകയുണ്ടായി. അന്നൊരു ഒരു ദിവസം വളരെ വലിയ പാറ കഷ്ണങ്ങൾ പൊട്ടിക്കാനുള്ള തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവിടെ 28 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ചെറിയൊരു ഭൂചലനം അനുഭവപ്പെട്ടു. അത്രയും പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് ഫീൽ ചെയ്തു. അവിടെ ഭൂമിയുടെ വിറയലുണ്ടായി എന്നുള്ള ഫീൽ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചു. എക്സ്പേർട്ട് കമ്മിറ്റി അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ 3 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തെ വീടുകൾക്കൊക്കെ പ്രകടമായിട്ടുള്ള ഈ വിള്ളലുകൾ വീഴുകയൊക്കെ ചെയ്തു. വീടുകളുടെ എണ്ണമൊക്കെ എടുത്ത് കൃത്യമായിട്ട് എത്രമാത്രം വിള്ളലുകൾ ഉണ്ടായെന്നുള്ള സിവിൽ എഞ്ചിനീയർക്ക് പഠിച്ച് വളരെ വലിയൊരു തുകയാണ് അതിന് കോമ്പൻസേഷനായിട്ട് ആ എക്സ്പേർട്ട് കമ്മിറ്റി കണക്കൂട്ടിയത്. ആ കണക്കൂട്ടിയ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പോക്സ് കമ്പനിയാണ് അത് ചെയ്തത്. അവർ തയ്യാറായിരുന്നു, അതൊരു വേറൊരു കാര്യം. പക്ഷെ അത്തരത്തിൽ ഒരു 3 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലുള്ള 480 വീടുകൾക്ക് ഈ പ്രകടമായിട്ടുള്ള നാശം സംഭവിച്ചതായിട്ടുള്ള കണക്ക് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള വീടുകൾ ഒക്കെ തന്നെ ഈ പാറ കഷ്ണങ്ങൾ വീഴുകയോ അല്ലെങ്കിൽ ആ വൈബ്രേഷൻ്റെ ആഘാതത്തിലോ ഒക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത 90%-ലധികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ പരിധിയിൽ വരുന്ന ആദ്യത്തെ പ്രദേശങ്ങളാണ് ഈ 2 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ നാശനഷ്ടങ്ങളും പുനരധിവാസ പ്ലാനുകളും ഒന്നും തന്നെ ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്സിലേക്ക് പരിഗണിക്കുകയും ചെയ്തിട്ടില്ല. ശരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പരിശോധിച്ചത് വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. തീർച്ചയായിട്ടും വെള്ളായണി കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ശുദ്ധജലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുക്കാനായിട്ട് തീരുന്നത്. അതിൻ്റെ പഠനങ്ങളിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കാനായിട്ട് ഈ വെള്ളായണിക്കാലിനാകും. തന്നെയല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകാരം ആ പ്രദേശത്ത് വെള്ളം കൊടുക്കും എന്ന് പറയുന്നതും ഇവിടെ താങ്ങാനായിട്ടുള്ള ശേഷി വെള്ളായണിക്കാലിനുണ്ടെന്നും പറയുന്നു. അതിനകത്ത് വലിയ പ്രശ്നമില്ല. പക്ഷെ മറ്റേ കാര്യത്തിൽ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വേണ്ടത്ര ഒരു സീരിയസ് ആയിട്ടുള്ള പഠനം അവിടെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിലായാലും ഈ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിഴിഞ്ഞം ഒരു പ്രകൃതിദത്തമായ തുറമുഖമല്ല. പ്രകൃതിദത്തമായ തുറമുഖങ്ങളെ പോലെ കരയിലേക്ക് കടന്നല്ല ഈ തുറമുഖം പണിയുന്നത്. ഇത് പൂർണ്ണമായും കടലിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ബോംബെയിലോ ഗോവയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചപ്പോൾ അവിടെ ഒന്നും സുരക്ഷിതത്വം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് വാട്ടേഴ്സ് നിർമ്മിച്ചിരുന്നില്ല. അത് നേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ തുറമുഖം കരയിലാണ്, അകത്താണ്. പക്ഷെ ഇവിടെ ഈ വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന തുറമുഖം കരയിലല്ല, കടലിലാണ്, ഓപ്പൺ സീയിൽ. ഒരു ആർട്ടിഫിഷ്യൽ മേജർ പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് മംഗലാപുരത്ത് മാത്രമാണ്. മംഗലാപുരത്തെ പോർട്ട് 2 പുലിമുട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും പോർട്ട് ശരിക്കും പറഞ്ഞാൽ കരയിലാണ്. പക്ഷേ വിഴിഞ്ഞത്ത് അങ്ങനെയല്ല ചെയ്തത്. വിഴിഞ്ഞത്ത് കടലിലാണ് ചെയ്തത്. ഈ കടലിൽ ഇങ്ങനെ ഒരു പോർട്ട് നിർമ്മിക്കുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീരത്ത് എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിച്ചാൽ തന്നെ എവിടെയൊക്കെ കരവയ്ക്കുമെന്നും എവിടെ കടലെടുത്ത് പോകുമെന്നും നമുക്ക് പറയാനാകും. വല്ലാർപാടത്ത് സംഭവിക്കുന്നത് പോലെ ഇവിടെ മണ്ണടിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് വേണ്ടി വരില്ലെന്നാണ് പ്രോജക്ട് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. ഇത് വല്ലാർപാടത്ത് പ്രോജക്ട് റിപ്പോർട്ടിൽ ഒരിക്കലും വേണ്ടി വരില്ലെന്നാണ് എഴുതിയത്. അപ്പൊ ഈ വിഴിഞ്ഞത്ത് സിൽട്ടേഷൻ ഉണ്ടാവുമോ, ഡ്രഡ്ജിങ് വേണ്ടി വരുമോ? ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
ഇപ്പൊ അഡാനി അതേസമയം ഇവിടെ ഇപ്പൊ ബ്രേക്ക് വാട്ടർ പണിയും, ഇപ്പൊ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ അടുത്ത വർഷമാകുമ്പോൾ മിക്കവാറും അഡാനി പണി നിർത്തുമെന്നാണ് എന്റെ ബലമായ വിശ്വാസം. നിർത്തേണ്ടി വരും. കാരണം എന്താ, ഇത് പണിത് കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പോർട്ടിന്റെ തെക്ക് വശത്ത് ഭയങ്കരമായ സിലിറ്റേഷൻ ഉണ്ടാവും. യാതൊരു സംശയം എനിക്കില്ല. കാരണം ഈ കോസ്റ്റൽ പ്രോസസ്സിനെ കുറിച്ച് അറിയാവുന്ന, നേരത്തെ ഇവിടെ എല്ലാം വിശദീകരിച്ചു, സെഡിമെന്റേഷൻ, ഡ്രിഫ്റ്റ്, ഇതിന്റെയൊക്കെ ഈ പ്രോസസ്സ് അനുസരിച്ചാണെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ അടിമലത്തുറ തന്നെ 200 മീറ്റർ, ഈ 400 മീറ്റർ പുലിമുട്ട് കെട്ടിയ ശേഷം അടിമലത്തുറ ഭാഗത്ത്, അതായത് തെക്ക് വശത്ത് 200 മീറ്റർ വീതിയിൽ കരയുണ്ടായി. ഈ കാണുന്നത് പിന്നെ ഇവിടെ നേരത്തെ ഹരിലാലൊക്കെ ചോദിച്ചു, ഇവിടെ നമുക്ക് പ്രൂഫ് ഉണ്ടോ സിലിറ്റേഷൻ ഉണ്ടാകുമോ ഇല്ലെന്നത്. ഇത് പെരുമാതുറ മുതലപ്പള്ളിയുടെ ഹാർബറിന്റെ ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. 2 എണ്ണം നേരെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിഴിഞ്ഞത്തിന് ഏതാണ്ട് 30 കിലോമീറ്റർ വടക്കായിട്ടാണ്. അവിടെ കെട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ തെക്കുള്ള പുലിമുട്ടിന്റെ ഏതാണ്ട് അറ്റം വരെ മണ്ണടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നീളം കൂടുന്തോറും മണ്ണ് കൂടുതൽ കൂടുതൽ കടലിൽ അടിയുകയാണ്. ഇനി ഇതിന്റെ അടുത്ത പടം നിങ്ങൾ കാണാം, ഇതിനേക്കാൾ രസകരമാണ്. കാരണം ഇത് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിന് 30 കിലോമീറ്റർ തെക്ക് കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാർബറാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഈ ഹാർബറിന്റെ ബ്രേക്ക് വാട്ടറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അതേ ഡിസൈനാണ് ബ്രേക്ക് വാട്ടറിന്റെ. ആ നേരെ പടിഞ്ഞാറായിട്ട് ചെന്നിട്ട് വളഞ്ഞാത്തോട് എന്തുമാത്രം സിലിറ്റേഷൻ ആണ് ഇപ്പൊ അവിടെ നടന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ഈ ഇത്രയും മണ്ണടിഞ്ഞു കഴിയുമ്പോൾ അഡാനിയെ എനിക്ക് തോന്നുന്നു അഡാനി മിക്കവാറും അവിടെ വെച്ച് പണി നിർത്തേണ്ടി വരും. തുറമുഖം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പദ്ധതി രേഖ പരിഗണിച്ചിട്ടേയില്ലായിരുന്നു എന്നത് ഖേദകരമാണ്. ഇതിന്റെ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇടത് വലത് കക്ഷികൾ ഒരേ സ്വരത്തിൽ, BJP അടക്കമുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വേണമെന്ന്. ഇതിന്റെ കപ്പൽ ചാൽ വരുന്നത് ഏതാണ്ട് പൂവാർ ഭാഗത്തു കൂടിയാണ്. ഈ വിജയ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പോർട്ട് ക്രമീകരിച്ച് എങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കരികുളം പഞ്ചായത്ത്. അങ്ങനെ വരുമ്പോൾ പൂവാർ മുതൽ അടിമലത്തറ വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന അവസരം നിഷേധിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ പറയാത്ത മറ്റൊരു കാര്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പദ്ധതി ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഫിഷർമൻ റീഹാബിലിറ്റേഷനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല? ഈ അടുത്ത കാലത്താണ് ഞാൻ പേപ്പറിൽ കണ്ടത് കുറേ എമൗണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. ആദ്യമായിട്ട് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒരു പദ്ധതി പ്രദേശത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് എന്താണ്? അതിൻ്റെ റിയൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? അതിൻ്റെ വസ്തുക്കച്ചവടം നടത്തുന്ന ആളുകളെ കാറ്റർ ചെയ്യുകയല്ല വേണ്ടത്. അത് അഫക്റ്റഡായ ഫിഷർമെനെയാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ പറ്റി ആരെങ്കിലും ചിന്തിച്ചോ? ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ ഇനാഗുറേഷനെ പറ്റിയും അതിൻ്റെ മറ്റു പദ്ധതികളെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് പറയുന്നത് കേട്ടത് ഇവിടുത്തെ റീഹാബിലിറ്റേഷന് ഇത്ര രൂപ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്, എന്തെല്ലാം കറക്ഷൻസ് ഇനിയും നടത്താൻ പറ്റും. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തൊഴിലാളികളുടെ സ്ഥിതി വളരെ ദയനീയമായിട്ട് മാറും. ശില്പശാലയുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഡോക്ടർ NK ശശിധരൻ പിള്ള. അതിനതിൽ എനിക്ക് ഉത്തമമായിട്ട് പറയാനുള്ളത്, പരിഷത്തിന്റെ ഏറ്റവും വലിയ ഒരു പാരിസ്ഥിതിക രംഗത്തെ ഇടപെടലായിട്ട് പറയുന്നത് സൈലന്റ് വാലിയെ കുറിച്ചാണ്. സൈലന്റ് വാലി പദ്ധതി വേണമെന്ന് പറയാത്തത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? തുടക്കത്തിൽ മുഴുവൻ ആളുകളും സൈലന്റ് വാലി, പ്രത്യേകിച്ചും അത് വൈദ്യുതി ലഭ്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ ഇന്ന് എങ്ങനെയാണോ തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ആവശ്യമുയർത്തുന്ന അതിനേക്കാൾ വലിയ രീതിയിൽ ആവശ്യം പാലക്കാട് ജില്ലയിലെ പാലക്കാടിന്റെ വികസനവുമായി ബന്ധപ്പെടുത്തി സൈലന്റ് വാലിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരു കാലമുണ്ടായി. ആ സമയത്ത് അന്ന് പരിഷത്ത് അവസാനം അതിൻ്റെ സ്ട്രെങ്ത് കണ്ടെത്തിയത് ഇങ്ങനെ കൂടിയിരിപ്പുകളിലൂടെയാണ്. വൈദഗ്ധ്യത്തിൻ്റെ അന്ന് ലഭ്യമാകുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പഠനങ്ങളും എല്ലാം ക്രോഡീകരിച്ചെടുത്ത് അതിൽ നിന്നെടുത്ത ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ അതിൽ നിന്നെടുത്ത ഒരു പൊസിഷനാണ് അന്ന് പരിഷത്ത് മുന്നോട്ട് വെച്ചത്.
ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇപ്പൊ എത്ര മുന്നോട്ട് പോയി മൂലധനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഞാനിപ്പോഴും അവരോടൊപ്പം അതിന്റെ ഭാഗത്താണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ മൂലധനത്തിന് നിൽക്കാനാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ജനങ്ങളെ എത്രത്തോളം ബോധ്യപ്പെടുത്താനാവും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എടുത്തു പറയേണ്ട ഒരു അനുഭവം എനിക്ക് തോന്നുന്നു, ഒറീസയിലെ ഇതിനേക്കാൾ വലിയ വേദാന്ത ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ മൈനിങ് കമ്പനി, വൻകിട മൈനിങ് കമ്പനി, അതായത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ മൂലധനമുള്ള വേദാന്ത മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇപ്പം ചിലപ്പോൾ അദാനി ഏതാണ്ട് അതുപോലെയൊക്കെ വളർന്നിട്ടുണ്ടാവണം ഈ അടുത്ത കാലത്തായിട്ട്. അവര് ഒറീസയിലെ ഒരു ജില്ല മുഴുവൻ ഈ രീതിയിൽ ബോക്സൈറ്റ് ഖനനത്തിന് വേണ്ടി പതിച്ചെടുക്കുകയും അത് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത സമയത്ത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കസ്റ്റമറി റൈറ്റ്, അതാണ് ആ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമിയുടെ അവകാശവും കസ്റ്റമറി റൈറ്റ് ആയിട്ടാണ് നിന്നിരുന്നത്. അല്ല, ഭൂമി തീരത്താരും എഴുതി കൊടുത്തിരുന്നില്ലല്ലോ. വള്ളവും വലയും വയ്ക്കാനുള്ളത് അവരുടെ കസ്റ്റമറി റൈറ്റാണ്, പരമ്പരാഗത അവകാശമാണ്. അത് CRZ പോലെയുള്ള നിയമത്തിലും അതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമറി റൈറ്റ് എന്ന്. ഈ കസ്റ്റമറി റൈറ്റ് വെച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളായ ആളുകളുടെ ഗ്രാമസഭ തീരുമാനിച്ചപ്പം കൂട്ടേണ്ടി വന്നു ഈ വേദാന്തയ്ക്ക്. സുപ്രീം കോടതിയുടെ വിധി അവസാനം വന്നത് ഈ ആദിവാസികളുടെ ഗ്രാമസഭ എടുത്ത തീരുമാനം എന്താണോ അത് നടപ്പിലാക്കാനായിട്ട്. എനിക്കെപ്പോഴും ഉറപ്പുണ്ട്, ആവശ്യമെങ്കിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള ശക്തി പകരുന്ന ഒരുപാട് അവതരണങ്ങളാണ് ഇന്നിവിടെ വന്നത്. ഒരുപാട് അവതരണങ്ങൾ അതിന്റെ എല്ലാ തലങ്ങളിലും ഈ ശില്പശാലയുടെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയതാണ്. അതിന്റെ എല്ലാ വശങ്ങളെയും കുറച്ചുകൂടെ ആഴത്തിൽ അറിയാനുള്ള ഒരു ശ്രമം ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ വൈദഗ്ധ്യമുള്ളവരുടെ ഒരു സംഘമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഒരു ഇക്കാര്യത്തിൽ അഭിപ്രായ രൂപീകരണത്തിന്റെ പ്രക്രിയയിൽ നിരവധി തവണ ഇടപെട്ടിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളവർ. അവരുടെയൊക്കെ പൊതുവായ അഭിപ്രായം ഈ പദ്ധതി കേരളത്തിന്റെ സുസ്ഥിരമായ വികസനത്തിന്, നിലനിൽപ്പിന് ആവശ്യമാകുന്ന ഒന്നല്ല എന്നുള്ളതിലേക്കാണ് എല്ലാവരുടെയും അതിലേക്കാണ് പോയിട്ടുള്ളത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ അവതരണങ്ങളും വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഇത് നന്നായ എന്നാരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പം സ്വാഭാവികമായി നമ്മൾ പുതിയ ചില സാധ്യതകൾ പരിശോധിച്ച് ഒരു പുതിയ സമരമുഖത്തിന്റെ സാധ്യത പരിശോധിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇതിനെ നമുക്ക് തടയാൻ കഴിയുക, ജനങ്ങളെ എങ്ങനെയാണ് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുക, അതുവഴി ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിന് ദോഷകരമാകാൻ സാധ്യതയുള്ള അനിവാര്യമല്ലാത്ത ഈ ഒരു വികസനത്തെ എങ്ങനെയാണ് നമുക്ക് വേണ്ടെന്ന് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അതിന് വേണ്ടി വരുന്ന ആലോചനകൾക്ക്, കൂടുതൽ ആലോചനകൾക്ക് ശക്തി പകരുന്നതായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കുറച്ചുകൂടെ ശക്തമായ പൊസിഷൻ എടുക്കാൻ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പരിഷത്ത് ഇതിന്റെ ഭാഗമായിട്ടൊരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലഘുലേഖ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അനിവാര്യമോ എന്നുള്ള ഒരു ചോദ്യമാണ് വെച്ചത്. പക്ഷെ ഇന്നത്തെ ഈ ശില്പശാലയിലത്തെ വിവരങ്ങൾ അതിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ തലക്കെട്ടിൽ അത് അനിവാര്യമല്ല എന്ന് മാറ്റം വരുത്തുന്നതിനേക്കാൾ അതൊരു അനാവശ്യമാണ് എന്നുള്ള, അത് അന്യായമാണ് എന്നുള്ള തരത്തിൽ മാറ്റം വരേണ്ടി വരും എന്നാണ് ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ.